ക്ലാസ് ഒരു പാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. Roses are red, yellow and white. The lotus in the pond does not sing. Yellow sunflowers face the sun. Flowers are like bike everyone. Flowers are like bike everyone. Sweet smelling jasmine is completely white. In many colors hibiscus is found. ഈ പാട്ടിൽ എന്താണ് പറയുന്നത്? ഫ്ലവേഴ്സിന്റെ നെയിംസ് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് EVSലെ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് മേക്ക് അവർ സറൗണ്ടിങ്സ് ബ്യൂട്ടിഫുൾ. ഫ്ലവേഴ്സ് നമ്മളെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നുണ്ട്. ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഹാവ് ഡിഫറെന്റ് കളേഴ്സ്, സ്മെൽ ആൻഡ് ഷേപ്സ്. ഫ്ലവേഴ്സ് എന്താ? പല കളേഴ്സിലെ, പല ഷേപ്പില്, പല സ്മെല്ലിൽ എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് അതിലൊരു 5 ഫ്ലവേഴ്സിന്റെ നെയിംസ് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോ ഫ്ലവേഴ്സ് പരിചയപ്പെട്ടാലോ? ഓക്കെ. ഫസ്റ്റ് വൺ ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്ന ഫ്ലവർ ആണ്. ഏതാണ്? ഒന്ന് പറഞ്ഞേ. ഹിബിസ്കസ്. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ. ഹിബിസ്കസ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഹിബിസ്കസ്. ഓക്കെ. Hibiscus is a beautiful flower. Hibiscus എന്താണ്? നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവർ ആണ് hibiscus. Okay. It comes in many colors like red, pink, white, yellow. Hibiscus എന്താ? ഒരുപാട് കളേഴ്സിൽ hibiscus ഉണ്ട് അല്ലേ? Red hibiscus ഉണ്ട്, yellow hibiscus ഉണ്ട്, white hibiscus ഉണ്ട്, pink hibiscus ഉണ്ട്. അങ്ങനെ hibiscus പല കളേഴ്സിൽ വരുന്നുണ്ട്. It petals are big. It petals are big. ഇതിന്റെ ഇതളുകൾ എന്താണ്? വലുതാണ്. It is also known as shoe flower. ഹിബിസ്കസിനെ ഷൂ ഫ്ലവർ എന്നും പറയാറുണ്ട്. ഹിബിസ്കസിനെ ഷൂ ഫ്ലവർ എന്നും പറയാറുണ്ട്. ഓക്കെ. ഞാൻ ഹിബിസ്കസ് ബോട്ടിൽ ഒട്ടിക്കുകയാണ്. ഓക്കെ. ഒന്ന് പറഞ്ഞേ. ഹിബിസ്കസ്. ഇനി അടുത്ത ഫ്ലേവർ ഏതാണെന്ന് പരിചയപ്പെട്ടാലോ? ഇത് പെൺകുട്ടികളെ ഫേവറേറ്റ് ഫ്ലേവർ ആയിരിക്കും. ഒന്ന് പറഞ്ഞ ഏതാണ്? ജാസ്മിൻ. ഏതാണ്? ജാസ്മിൻ. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജാസ്മിൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ജാസ്മിൻ. ഓക്കെ. വൈറ്റ് കളർ ബഞ്ച് ഫ്ലവർ വിത്ത് സ്വീറ്റ് സ്മെൽ. വൈറ്റ് കളറിലുള്ള ബഞ്ച് ഫ്ലവർ ആണ് ഇത് ജാസ്മിൻ. നല്ല സ്വീറ്റ് സ്മെൽ ആയിരിക്കും അല്ലേ? Girls like this flower very much. Girls like this flower very much. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ആണ് ഇത് ജാസ്മിൻ. അവര് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവരുടെ ഹെയറിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. ഏത് ഫ്ലവർ ആണ്? ജാസ്മിൻ. ഏത് ഫ്ലവറാ? ജാസ്മിൻ. ഓക്കെ. ജാസ്മിന്റെ കളർ എന്താ? വൈറ്റ്. ഓക്കെ. അത് ഓർത്ത് വെക്കണേ. അടുത്ത ഫ്ലവർ ഏതാണെന്ന് പരിചയപ്പെട്ടാലോ? ലോട്ടസ്. ഒന്ന് പറഞ്ഞേ. ലോട്ടസ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ലോട്ടസ്. ഓക്കെ. ദ ലോട്ടസ് ഗ്രോസ് ഇൻ വാട്ടർ. ലോട്ടസ് എവിടെയാണ് ഉണ്ടാവാറ്? വെള്ളത്തില്. ലോട്ടസ് എവിടെ ഉണ്ടാവാറ്? വെള്ളത്തില്. ഗ്രോസ് ഇൻ വാട്ടർ. ഏത് ഫ്ലവറാ? ലോട്ടസ്. ഓർത്ത് വെക്കണേ. ഓക്കെ. ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. ഇതിന്റെ കളർ എന്താണ്? പിങ്ക്. ലോട്ടസിന്റെ കളർ എന്താണ്? പിങ്ക്. ഓക്കെ. ഇറ്റ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. നമ്മുടെ നാഷണൽ ഫ്ലവർ ആണ് ഏത്? ലോട്ടസ്. അത് ഓർത്ത് വെക്കണേ. നമ്മുടെ നാഷണൽ ഫ്ലവർ ആണ് ഏത്? ലോട്ടസ്. ഓക്കെ. ഇറ്റ് ലീവ്സ് ആർ ബിഗ്. ഇറ്റ് ലീവ്സ് ആർ ബിഗ്. ഇതിന്റെ ഇലകൾ എന്താണ്? വലുതാണ്. ലോട്ടസിന്റെ ഇലകള് വലുതാണ്. ഓക്കെ. നിങ്ങൾ ലോട്ടസ് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഞാന് ലോട്ടസ് ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ. ഇനി അടുത്ത ഫ്ലവർ ഏതാ നോക്കിയാലോ? നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ നെയിം. ഒന്ന് പറഞ്ഞേ. സൺഫ്ലവർ. വെരി ഗുഡ്. സൺഫ്ലവർ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. സൺഫ്ലവർ. വെരി ഗുഡ്. ഒന്നുകൂടെ പറഞ്ഞേ. സൺഫ്ലവർ. ഓക്കെ. ഇവിടെ നോക്കിക്കേ. ഇതിനെന്തുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ എന്ന് പറയുന്നത്? ഇതിന്റെ ഫേസ് എന്താണ്? സണ്ണിനെ പോലെയാണ് അല്ലേ? അത് കാരണമാണ് നമ്മൾ ഇതിനെ സൺഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ. യെല്ലോ
കളർ ഫ്ലവർ. സൺഫ്ലവർ എന്താണ്? യെല്ലോ കളർ ഫ്ലവർ ആണ്. സൺഫ്ലവറിന്റെ കളർ എന്താ? യെല്ലോ. ഓർത്ത് വെക്കണേ, സൺഫ്ലവറിന്റെ കളർ എന്താ? യെല്ലോ. ഓക്കെ. We get oil from sunflowers seeds. We get oil from sunflowers seeds. ഈ സൺഫ്ലവറിന്റെ സീഡ്സ്, ഇതിന്റെ വിത്തുകൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓയിൽ. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഓയിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ആ ഓയിൽ, സൺഫ്ലവർ ഓയിൽ നമുക്ക് കിട്ടുന്നത് എവിടുന്നാ? ഈ സൺഫ്ലവറിന്റെ സീഡ്സ് നിന്നാണ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ലഭിക്കുന്നത്. ഓക്കെ. നിങ്ങൾ സൺഫ്ലവറിന്റെ ഗാർഡൻ കണ്ടിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഞാൻ സൺഫ്ലവർ ബോട്ടിൽ ഒട്ടിക്കുകയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഫ്ലവർ ഏതാണെന്ന് പരിചയപ്പെട്ടാലോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലവർ ആയിരിക്കും. ഏതാണ്? റോസ്. ഒന്ന് പറഞ്ഞേ, റോസ്. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, റോസ്. റോസ് ഈസ് ദ കിങ് ഓഫ് ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിലൊക്കെ കിങ് ആരാണ്? കിങ് ആരാണ്? റോസ്. ഫ്ലവേഴ്സിന്റെ ഒക്കെ രാജാവ് ആരാണ്? റോസ്. ഓർത്ത് വെക്കണേ, കിങ് ഓഫ് ഫ്ലവർ റോസ്. കിങ് ഓഫ് ഫ്ലവർ റോസ്. ഓർത്ത് വെക്കണേ. ഓക്കെ. ഇറ്റ് ഫൗണ്ട്സ് ഇൻ മെനി കളേഴ്സ്. ഇറ്റ് ഫൗണ്ട്സ് ഇൻ മെനി കളേഴ്സ് ലൈക്ക് റോസ്, പിങ്ക്, വൈറ്റ്, യെല്ലോ. ഇങ്ങനെ ഒരുപാട് കളേഴ്സിൽ എന്തുണ്ട്? റോസ് ഉണ്ട്. വൈറ്റ് റോസ് ഉണ്ട്, റെഡ് റോസ് ഉണ്ട്, പിങ്ക് റോസ് ഉണ്ട്, യെല്ലോ റോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സിൽ എന്തുണ്ട്? റോസ് ഉണ്ട്. റോസസ് ഹാവ് സ്വീറ്റ് സ്മെൽ. റോസസ് ഹാവ് സ്വീറ്റ് സ്മെൽ. റോസ് എന്താണ്? നല്ല സ്വീറ്റ് സ്മെല്ലാണ്. നിങ്ങൾ റോസ് സ്മെൽ ചെയ്തിട്ടുണ്ടോ? നല്ല സ്മെല്ലല്ലേ? നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ഓക്കെ, ഞാൻ റോസ് ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് 5 ഫ്ലവേഴ്സിന് നെയിംസ് പഠിച്ചു. ഹൈബിസ്കസ്, ജാസ്മിൻ, ലോട്ടസ്, സൺഫ്ലവർ, റോസ്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഹൈബിസ്കസ്, ജാസ്മിൻ, റോസ്, ലോട്ടസ്, സൺഫ്ലവർ. ഓക്കെ. ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നറിയോ? ഞാൻ പിക്ചേഴ്സ് കൊടുക്കും, എന്നിട്ട് ചോദിക്കാണ് ഇതിലെ കിങ് ഓഫ് ഫ്ലവർ ഏതാ ചോദിക്കാണ്. ഇതിലെ കിങ് ഓഫ് ഫ്ലവർ ഏതാ? ഫ്ലവേഴ്സിന്റെ കിങ് ആരാണ്? റോസ്. വെരി ഗുഡ്. പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഇതിലെ വൈറ്റ് കളർ ഫ്ലവർ ഏതാ? ജാസ്മിൻ. വെരി ഗുഡ്. യെല്ലോ കളർ ഫ്ലവർ ഏതാ? സൺഫ്ലവർ. ഇതിലെ ഗ്രോസ് ഇൻ വാട്ടർ. വാട്ടർ ഫ്ലവർ ഇതിൽ ഏതാണ്? വാട്ടർ ഫ്ലവർ ഏതാ? ലോട്ടസ്. നമ്മുടെ നാഷണൽ ഫ്ലവർ ഏതാണ്? ലോട്ടസ്. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കുക. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 46 എടുത്തോ? അതിൽ ഫ്ലവേഴ്സിന്റെ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച 5 ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പിക്ചേഴ്സ് നന്നായിട്ട് വായിച്ച് പഠിക്കുക. നിങ്ങളുടെ ഫിംഗർ ഈ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വായിച്ച് പഠിക്കുക. കണ്ടോ? ഹൈബിസ്കസ്. ഇതിൻ്റെയൊക്കെ താഴെ ഇതിന്റെ നെയിംസ് എഴുതിയിട്ടുണ്ട്, അത് വായിക്കാൻ പഠിക്കാം. ഹൈബിസ്കസ്, ജാസ്മിൻ, ലോട്ടസ്, സൺഫ്ലവർ, റോസ്. ഇതൊന്ന് വായിച്ച് പഠിച്ചേ. എല്ലാവരും ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.